തൃശൂരിൽ പ്രിയങ്ക ഗാന്ധിയുടെ റോഡ് ഷോയിൽ പങ്കെടുപ്പിക്കാൻ 22 ലക്ഷം രൂപ വാങ്ങിയെന്ന പത്മജിയുടെ ആരോപണത്തിന് മറുപടിയുമായി അന്നത്തെ DCC പ്രസിഡന്റ് MP വിൻസെന്റ്. ആരോപണം തെറ്റാണെന്നും വാഹനത്തിൽ കയറാൻ 22 ലക്ഷം നൽകാൻ മാത്രം മണ്ടിയാണോ പത്മജിയെന്നും വിൻസെന്റ് ചോദിച്ചു. ഇന്നലെയായിരുന്നു കോൺഗ്രസിനെതിരെ പത്മജ ആരോപണങ്ങൾ ഉന്നയിച്ചത്. ഇത്ര മരമണ്ടിയാണോ പത്മജ? ഒരു കാറിൽ കയറാൻ 22 ലക്ഷം കൊടുക്കാൻ മാത്രം മരമണ്ടിയാണോ? നിങ്ങളൊന്ന് ആലോചിക്ക്. ഈ ജനങ്ങളുടെ മുന്നിൽ വേറെ എന്തെങ്കിലും കാര്യം ഗൗരവത്തിലുള്ളത് പറയാമായിരുന്നു, വിൻസെന്റ് പറഞ്ഞു. KPCC നേതാവും K കരുണാകരൻ്റെ മകളുമായ പത്മജ 22 ലക്ഷം കൊടുത്തുവെന്ന് പറഞ്ഞാൽ ആരാണ് വിശ്വസിക്കുക എന്നും അദ്ദേഹം ചോദിച്ചു. ആരോപണം മറുപടി അർഹിക്കുന്നില്ല. എനിക്കും പ്രതാപനും ഓരോ വോട്ട് വീതമാണുള്ളത്. തൃശൂരിൽ പത്മജ തോറ്റത് എത്ര വോട്ടിനെന്ന് ഓർക്കണമെന്നും വിൻസെന്റ് പറഞ്ഞു. തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ ഭീഷണിപ്പെടുത്തി 22.5 ലക്ഷം രൂപ അന്നത്തെ DCC പ്രസിഡന്റ് വാങ്ങിയെന്നാണ് ഇന്നലെ പത്മജ പറഞ്ഞത്. പണം തരില്ലെന്ന് പറഞ്ഞപ്പോൾ എന്നാൽ ചേച്ചിയുടെ കാര്യം നോക്കെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി. തെരഞ്ഞെടുപ്പ് ഘട്ടമായതിനാൽ വഴങ്ങേണ്ടി വന്നെന്നും പത്മജ പറഞ്ഞിരുന്നു. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. പണം വാങ്ങിയ ശേഷം പ്രിയങ്ക ഗാന്ധിയുടെ റോഡ് ഷോയിൽ നിന്ന് തന്നെ ഒഴിവാക്കിയെന്നും വാഹനത്തിൽ കയറ്റിയില്ല. ഇക്കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാട്ടി സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും കത്തയച്ചെന്നും പത്മജ പറഞ്ഞിരുന്നു. തൃശൂരിലെ കോൺഗ്രസ് നേതാക്കൾക്കെതിരെ രൂക്ഷ വിമർശനമാണ് പത്മജ വേണുഗോപാൽ ഇന്നലെ നടത്തിയത്. അതിനിടെ തന്നെ CPMലേക്ക് ക്ഷണിച്ചിരുന്നെന്നും പത്മജ വെളിപ്പെടുത്തിയിരുന്നു. തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് കാലത്തു LDFിലെ ഉന്നതിൽ നിന്ന് പാർട്ടി മാറാൻ ക്ഷണമുണ്ടായിരുന്നു. അത് കോടിയേരിയല്ല, ഉന്നത നേതാക്കളാണ്. പേര് വെളിപ്പെടുത്തില്ലെന്ന് പത്മജ പറഞ്ഞു. K സുധാകരൻ മാത്രമാണ് കോൺഗ്രസിൽ തന്നോട് ആത്മാർത്ഥതയോടെ പെരുമാറിയതെന്നും അദ്ദേഹത്തെ വിട്ടുപോരുന്നതിൽ മാത്രമാണ് തന്റെ മനസ്സിടറിയതെന്നും പത്മജ പറഞ്ഞു. പ്രിയങ്ക ഗാന്ധിയുടെ വാഹനത്തിൽ കയറ്റാൻ എൻ്റെ കയ്യിൽ നിന്ന് 22.5 ലക്ഷം രൂപ വാങ്ങി. DCC പ്രസിഡന്റ് MP വിൻസെന്റ് ആണ് വാങ്ങിയത്. തരില്ലെന്ന് പറഞ്ഞപ്പോൾ എന്നാൽ ചേച്ചിയുടെ കാര്യം നോക്കെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി. തെരഞ്ഞെടുപ്പ് സമയത്ത് നമ്മൾ എന്തും പേടിക്കണമല്ലോ. അങ്ങനെ പണം ഞാൻ നൽകി. പ്രിയങ്ക വന്നപ്പോൾ ഞാൻ എവിടെ നിന്നാണ് കയറേണ്ടതെന്ന് ഇവരോട് ചോദിച്ചു. ചേച്ചി സ്റ്റേജിൽ വന്നാൽ മതിയെന്ന് പറഞ്ഞു. അതോടെ ഞാൻ കയറുമെന്ന് പറഞ്ഞ് പ്രശ്നമുണ്ടാക്കി. അതോടെ ഏത് വഴിയിലൂടെയാണ് വരുന്നതെന്ന് പോലും എന്നോട് പറഞ്ഞില്ല. അല്ലെങ്കിൽ എൻ്റെ സ്വഭാവം അനുസരിച്ച് റോഡിലിറങ്ങി നിന്നേനെ. പിന്നീട് പത്മജ ഔട്ട്, പ്രതാപൻ ഇൻ എന്ന് പത്രങ്ങൾ എഴുതി, പത്മജ വേണുഗോപാൽ പറഞ്ഞു. സുധാകരൻ ഒഴികെ മറ്റാരും തന്നോട് കോൺഗ്രസിൽ ദയ കാണിച്ചില്ലെന്നും പത്മജ വ്യക്തമാക്കി. K സുധാകരൻ മാത്രമാണ് എന്നോട് ആത്മാർത്ഥമായി പെരുമാറിയത്. എന്നെ അനുജത്തിയെപ്പോലെയാണ് കണ്ടത്. സുധാകരേട്ടനെ വിട്ടു പോന്നപ്പോൾ മാത്രമാണ് എൻ്റെ മനസ്സൊന്ന് ആടിയത്. ഏട്ടൻ എന്ന നിലയിൽ മാത്രമാണ് K മുരളീധരനെ ഇഷ്ടം. ഇത്ര കാലം കൂടെ ജീവിച്ചിട്ടും K മുരളീധരൻ്റെ മനസ്സ് എനിക്ക് മനസ്സിലായിട്ടില്ല. എന്നും അനിയത്തി എന്ന നിലയിലുള്ള ദൗർബല്യങ്ങളാണ് എന്നെ ഇവിടെ കൊണ്ട് എത്തിച്ചത്, പത്മജ പറഞ്ഞു. എന്നെ തോൽപ്പിച്ച 2 പേർ തൃശൂരിൽ K മുരളീധരന് സ്വീകരണം നൽകിയപ്പോൾ ജീപ്പിൻ്റെ അപ്പുറവും ഇപ്പുറവും നിന്നവരാണ്. വേറെ വലിയ നേതാക്കളുമുണ്ട്. എന്നെ വല്ലാതെ ചൊറിഞ്ഞാൽ പേര് ഞാൻ പറയും. പാവം മുരളിയേട്ടൻ വടകരയിൽ സുഖകരമായി ജയിച്ചു പോയേനെ. എന്നെ തോൽപ്പിച്ചവർ മുരളീധരനെയും തോൽപ്പിക്കും. എനിക്കെതിരെ വിമർശനം നടത്തുന്ന യൂത്ത് കോൺഗ്രസ് നേതാക്കൾ ഇപ്പോൾ പൊട്ടിമുളച്ചവരാണ്. ചാനലിൽ ഇരുന്ന് വലിയ വർത്തമാനം പറഞ്ഞാണ് നേതാക്കളായത്. അവർ വിമർശിച്ചാൽ എനിക്ക് പുച്ഛം മാത്രമേയുള്ളൂ. ഷാഫി പറമ്പിലിനെ വടകരയിൽ നിർത്തിയത് പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിലിന് നൽകാൻ വേണ്ടിയാണ്. അതിനാണ് രാജാവിനേക്കാൾ വലിയ രാജഭക്തി രാഹുൽ ചെയ്യുന്നത്. സഹിക്കാൻ വയ്യാതെയാണ് ഞാൻ കോൺഗ്രസ് വിട്ടത്. അച്ഛൻ്റെ മന്ദിരം പണിയുമെന്നതായിരുന്നു അവസാനം വരെ കോൺഗ്രസിൽ എന്നെ പിടിച്ചു നിർത്തിയത്. KPCC പ്രസിഡന്റിന്റെ മുന്നിൽ പൊട്ടിക്കരഞ്ഞിട്ടുണ്ട്, പത്മജ പറഞ്ഞു. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ സലാമ ഹൈ ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.